സമരമല്ല സമരസമാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നൊരു പുതിയ സിദ്ധാന്തം ഉയർന്നു വന്നിരിക്കുകയാണ്. തികച്ചും സമരവിരുദ്ധമായ ഇങ്ങനൊരു ആശയത്തോട് സ്വാമിയുടെ പ്രതികരണം എന്താണ്? സമരവിരുദ്ധമായിട്ടുള്ള ഒരു ആശയത്തോടും ഒരു ഇന്ത്യൻ സന്യാസി എന്ന നിലയിൽ എനിക്ക് യോജിക്കാനാകും. കാരണം ശ്രീരാമൻ രാവണനോട് സമരസപ്പെടുകയല്ല, സമരം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ശ്രീകൃഷ്ണനും അധർമ്മങ്ങളോട് പൊരുതുകയും പൊരുതാൻ പ്രേരിപ്പിക്കുകയും പൊരുതുന്നവരോടൊപ്പം കൂട്ടുചേരുകയും ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സമരം അല്ല, സമരസമാണ് മാർഗം എന്ന് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും മാനിക്കുന്ന ഒരാൾക്കും പറയാൻ ആവും. പിന്നെ മറ്റൊരു അർത്ഥത്തിലും ഇവിടെ സമരത്തെ എതിർക്കുന്നവർ സമരസപ്പെടുകയാണോ അതോ സ്വന്തം സ്വാർത്ഥതകൾക്ക് വേണ്ടി ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത് എന്നൊരു സംശയം ഉണ്ട്. ഒത്തുതീർപ്പുകളാണ് ഇവിടെ സാമരസ്യം എന്ന് പറയുന്ന മനോഹരമായ പദത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ സാമരസ്യം എന്ന് പറയുന്നത് ആത്മീയമായൊരു വലിയ ഔന്നത്യത്തിൽ എത്തിയവർ മാത്രം ഒരുപക്ഷെ പ്രയോഗക്ഷമമായി കൊണ്ടു നടന്നിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ്. ഇവിടെ ആത്മീയമായ ഔന്നത്യമുള്ളവരല്ല സമരത്തെ എതിർക്കുന്നവരും സാമരസ്യം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ അനുകൂലിക്കുന്നത്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിക്ക് വ്യാവസായികമായിട്ടുള്ള ഔന്നത്യം ഉണ്ടായിരിക്കാം, ഒരു പണക്കാരൻ എന്ന നിലയിലുള്ള ഔന്നത്യം ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് സാമരസ്യപ്പെടുവാനുള്ള ഒരു ആത്മീയ ഔന്നത്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല.